എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുമ്പം തന്നെ മനസ്സിലാകും, നല്ല കുറുവിയ ഒരു കൂട്ടുകറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ചേനയെല്ലാം ചെത്തി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിന് ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിന് ഏത്തയ്ക്കായും അതും തൊലിയെല്ലാം ചെത്തി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അതും നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സ്റ്റീൽ കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല, ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓണാക്കാൻ. അതിനുശേഷം നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് മെയിനായിട്ട് വെന്ത് കിട്ടേണ്ട ചേന വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കായും കുമ്പളങ്ങ എല്ലാം വെന്ത് കിട്ടി. ഇതിനി ഒന്ന് അടച്ചും വെച്ച് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിനി തേങ്ങ ഫ്രൈ ആക്കി എടുക്കണം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ അളവിന് കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഉഴുന്ന് ഇട്ട് കൊടുക്കണം. ഉഴുന്ന് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഉഴുന്ന് കൂട്ടുകറിക്ക് ആവശ്യമാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡായി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഈ സമയത്തങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാൻ 2 കപ്പ് അളവിന് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് കൈ മാറ്റാതെ നമുക്കിതങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല ഫ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഗ്യാസ് ഇച്ചിരി കൂട്ടി വെച്ച് കൊടുത്താണ് ഇളക്കി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവായപ്പോഴത്തേക്കാണ് ഗ്യാസ് കുറച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവ ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതിൽ നിന്നൊരു 1/4 ഭാഗം ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് തേങ്ങ നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. അതെന്തിനാണ് മാറ്റി വയ്ക്കുന്നത്? അത് പിന്നീട് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനായിട്ടാണ്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കണം. ഇത്രയും തേങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയും ബാക്കിയിരിക്കുന്ന ഈ തേങ്ങ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമുക്കതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നല്ലതായിട്ട് ഫ്രൈ ആകണം. ഈ ഒരു പരുവം ആകുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതങ്ങ് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് വേണം വെക്കാനായിട്ട്. ഈ പാനിൽ തന്നെ വെക്കരുത്, പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് മാറ്റി വയ്ക്കണം. നമ്മൾ നേരത്തെ വേകാനായിട്ട് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ചേനയൊക്കെ നല്ലതായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കടലയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കടലയും 1 കപ്പ് അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ കടല വേകാൻ വെച്ച വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അതിലൊരു 1/4 കപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഞാൻ തേങ്ങ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചില്ലേ, അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ഈ സമയത്തങ്ങ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ശർക്കര ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിന് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും ശർക്കര ചേർക്കത്തില്ല കൂട്ടുകറിക്ക്. അപ്പം
കൂട്ടുകറിക്ക് ശർക്കര ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഉപ്പ് വേണ്ടിയവർക്കും ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമില്ലേ, അതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചൊന്ന് വറ്റി വരുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഗ്യാസ് ഓണാക്കി വെക്കാം. ഇപ്പോൾ ഈ വെള്ളമെല്ലാം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഫ്രൈ ഇല്ലേ, അത് ഈ സമയം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് വിടുക. അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, അടിപൊളി ടേസ്റ്റുമാണ്. ഇനിയും പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബായ്.